ബിഗ് ബോസ് മലയാള സീസൺ 7 തുടങ്ങിയതിന് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ തവണ കണ്ടിട്ടുള്ള വഴക്കുകളിലൊന്ന് അപ്പാനിയും അതുപോലെ നമ്മുടെ അനീഷും തമ്മിലുള്ള വഴക്കാണ്. ശരത്തും അനീഷും തമ്മിൽ കീരിയും പാമ്പും പോലെയാണ്. അനീഷിനെ കാണുന്നത് പോലും ശരത്തിന് ഇഷ്ടമല്ല. പക്ഷെ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ അനീഷ് ശരത്തിന് പോയിട്ട് ആശ്വസിപ്പിക്കുന്ന കണ്ടപ്പോൾ അതായത് ചിരിക്കണോ അതോ അതിനെ വളരെ സീരിയസ് ആയിട്ട് കാണണോ എന്നുള്ളൊരു സംശയത്തിലായിരുന്നു ഞാൻ. കാരണം ഇത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷമായിരുന്നു. ഇതിലേറ്റവും വലിയ കോമഡി ഒരു സിനിമയിൽ നമ്മുടെ മോഹൻലാലിന്റെ കഥാപാത്രം വന്നിരിക്കുമ്പോൾ നമ്മുടെ അതിൽ മഞ്ജു വാര്യറിന്റെ കഥാപാത്രം ചോദിക്കുന്നുണ്ടല്ലോ, കഞ്ഞി എടുക്കട്ടെ എന്ന്. അതായത് എനിക്ക് തോന്നുന്നു ഒടിയനാണെന്ന് തോന്നുന്നു ആ സിനിമ. ആ കഞ്ഞി എടുക്കട്ടെ എന്ന് പറയുന്ന സീനിനെ ഓർമ്മിപ്പിക്കുന്ന വിധം വെള്ളം എടുക്കട്ടെ, വെള്ളം വേണോ എന്നൊക്കെ ഇന്നലെ നമ്മുടെ അനീഷ് അപ്പാനിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അത് സീരിയസ് ആയിട്ട് ചോദിച്ചതാണോ അതിലൊരു ആക്കലുണ്ടോ എന്ന സംശയം ഇപ്പോഴും മാറിയിട്ടില്ല. എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. എന്തൊക്കെയായിരുന്നു അവനെ ഞാൻ ഇവിടുന്ന് ചാടിക്കും, പുറത്തിറങ്ങിയ തല്ലിക്കും, കൊല്ലും, നിലവിളി കൊലവിളിയൊക്കെ ആയിരുന്നില്ലേ. പക്ഷെ ഇത്രയേ ഉള്ളൂ, ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ആശ്വസിപ്പിക്കാൻ ആ സമയത്ത് അവിടെ അനീഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശരത്ത് അനുവുമായിട്ടുള്ള ഉടക്ക് കഴിഞ്ഞിട്ട് വാഷ്റൂം ഏരിയയിൽ പോയി ഇരിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. എന്തോ ആയിക്കൊണ്ട് പോട്ടെ, പക്ഷെ അനീഷ് അവിടെ പോയിട്ട് നല്ല രണ്ട് വാക്ക് പറഞ്ഞൊന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ കണ്ടത്. നമ്മൾ കൊല്ലും തല്ലും എന്നൊക്കെ പറഞ്ഞ് വലിയ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരാപത്തോ ഒരാവശ്യമോ വരുമ്പോൾ ആര് കൂടെ ഉണ്ടാവുമെന്ന് എങ്ങനെ അറിയാം? വെല്ലുവിളികളൊക്കെ ആവാം, പക്ഷേ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ ഇത്രയും വലിയ തീരുമാനങ്ങളും വെല്ലുവിളികളും ഒക്കെ നടത്തുമ്പോൾ നാളെ എന്തെന്നുള്ളതിനെക്കുറിച്ച് ചെറുതായിട്ടൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ശരത്ത് ഇതിനു മുമ്പ് അനീഷിനെ കുറിച്ച് പറഞ്ഞതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അനീഷിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ആള് അനീഷ് ആശ്വസിപ്പിക്കാൻ വന്നപ്പോൾ എന്തുകൊണ്ട് മിണ്ടില്ല എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഒറ്റ കാരണമേ ഉള്ളൂ, ആ സമയത്ത് ശരത്ത് മാനസികമായിട്ട് അവിടെ തകർന്നിരിക്കുകയായിരുന്നു. കാര്യം അനുവിന്റെ മുമ്പ് ചാട്ടം ചാടി ബഹളം ഉണ്ടാക്കിയൊക്കെ ചെയ്തെങ്കിലും അതിലുപരി അയാളും ഒരു മനുഷ്യനല്ലേ, അയാൾക്ക് ഇമോഷൻസ് ഒക്കെ ഉണ്ട്. അനുവുമായിട്ടുള്ള വഴക്ക് ശരത്ത് ആഗ്രഹിച്ചിരുന്നില്ല എന്നാണ് പിന്നീട് മനസ്സിലായത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ ആകെ ആള് തകർന്നിരിക്കുകയായിരുന്നു അവിടെ. ആ സമയത്താണ് അനീഷ് ഒരു ആശ്വാസവാക്കുമായിട്ട് അവിടെ എത്തുന്നത്. അത് സ്വീകരിക്കുക അല്ലാതെ തിരസ്കരിക്കാൻ ആ സമയത്ത് അപ്പാനി ശരത്ത് എന്ന് പറയുന്ന മനുഷ്യന് കഴിയില്ലല്ലോ. അയാൾ നമ്മളെയൊക്കെ പോലത്തെ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ആശ്വാസ വാക്കുകൾ ശരത്തിന് വളരെയധികം ആ സമയത്ത് സഹായകരമായി എന്നും എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ ഇവിടെ ശരത്ത് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നുള്ളതിനെ കുറിച്ചാണ്. നാളെ ആര് നമുക്കൊപ്പം ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ന് കൂടെ നിൽക്കുന്നവർ നാളെ ഉണ്ടാകുമെന്ന് ഒരു ഉറപ്പുമില്ല. നാളെ അക്ബർ ഈ പറയുന്ന അപ്പാനിക്കെതിരെ വളരെ ശക്തമായിട്ട് ഗെയിം കളിക്കുമ്പോൾ അതിനെ എങ്ങനെ താങ്ങും ശരത്ത്? അത് താങ്ങാനുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു കരുത്ത് ശരത്തിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ചാട്ടം മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. എന്തായാലും ശരത്തിന്റെ ഇനിയുള്ള ദിവസങ്ങളുടെ ഗെയിം എങ്ങനെ ആയിരിക്കുമെന്ന് കണ്ടറിയണം. കാരണം ഇന്നലെ ഷാനവാസ് വലിയൊരു വെടിയാണ് പൊട്ടിച്ചത് അവിടെ. ഇതിനെ അതിജീവിക്കാൻ ശരത്തിന് കഴിയുമോ എന്നൊക്കെ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ നോക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.